സന്ധ്യാദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സംസാര പാരാവാരത്തിൽ അകപ്പെട്ടു കിടക്കുന്ന ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം ഭ്രമങ്ങളിൽപ്പെട്ട് ആഴങ്ങളിലേക്ക് പോകുന്നു. ഇത്തരം അവസ്ഥകൾ നേരിടാൻ മനസ്സ് ശക്തമാക്കുകയാണ് വേണ്ടത്. ഒരു ദിവസത്തെ 24 മണിക്കൂറുകൾ നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു, എത്ര കാര്യങ്ങൾ ചെയ്യുന്നു, അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞതാണ് പ്രാർത്ഥന എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഈശ്വരന്റെ യാതൊരു അനുഗ്രഹത്തിനും അർഹരല്ല എന്നർത്ഥം. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. കേൾക്കാം സന്ധ്യാനാമം. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ, ജയ ജയ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ, ജയ ജയ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ, ജയ ജയ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ശിവ ശിവ ശംഭോ, ജയ ജയ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. തുംഗജടാധര ഗൗരീശ, പുംഗവ വാഹന ഗൗരീശ. തുംഗജടാധര ഗൗരീശ, പുംഗവ വാഹന ഗൗരീശ. ദക്ഷമദാപഹ ഗൗരീശ, ശിക്ഷിത മന്മഥ ഗൗരീശ. ദക്ഷമദാപഹ ഗൗരീശ, ശിക്ഷിത മന്മഥ ഗൗരീശ. ദക്ഷമദാപഹ ശിക്ഷിത മന്മഥ ഭിക്ഷാടന പര ഗൗരീശ. ദക്ഷമദാപഹ ശിക്ഷിത മന്മഥ ഭിക്ഷാടന പര ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ ഗൗരീശ. ബ്രഹ്മശിരോഹര ഗൗരീശ, കൽമഷനാശന ഗൗരീശ. ബ്രഹ്മശിരോഹര കൽമഷനാശന ഷൺമുഖ ജനക ഗൗരീശ. ബ്രഹ്മശിരോഹര ഗൗരീശ, കൽമഷനാശന ഗൗരീശ. ബ്രഹ്മശിരോഹര കൽമഷനാശന ഷൺമുഖ ജനക ഗൗരീശ. ഇന്ദ്രനിഷേവിത ഗൗരീശ, ചന്ദ്രകലാധര ഗൗരീശ. ഇന്ദ്രനിഷേവിത ഗൗരീശ, ചന്ദ്രകലാധര ഗൗരീശ. ഇന്ദ്രനിഷേവിത ചന്ദ്രകലാധര ചന്ദ്രമദാപഹ ഗൗരീശ. ഇന്ദ്രനിഷേവിത ചന്ദ്രകലാധര ചന്ദ്രമദാപഹ ഗൗരീശ. ഭാലവിലോചന ഗൗരീശ, കാലവിനാശന ഗൗരീശ. ഭാലവിലോചന ഗൗരീശ, കാലവിനാശന ഗൗരീശ. ഭാലവിലോചന കാലവിനാശന നീലകളാമല ഗൗരീശ. ഭാലവിലോചന കാലവിനാശന നീലകളാമല ഗൗരീശ. അദ്ഭുത വൈഭവ ഗൗരീശ, ചിത്പുരുഷേശ്വര ഗൗരീശ. അദ്ഭുത വൈഭവ ചിത്പുരുഷേശ്വര കൽപ്പിത ഭുവന ഗൗരീശ. അദ്ഭുത വൈഭവ ഗൗരീശ, ചിത്പുരുഷേശ്വര ഗൗരീശ. അദ്ഭുത വൈഭവ ചിത്പുരുഷേശ്വര കൽപ്പിത ഭുവന ഗൗരീശ. ഹര ഹര ശംഭോ ഗൗരീശ, ശിവ ശിവ ശംഭോ 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 ഗൗരീശ. ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു സ്ഥിതിയും ശിവൻ സംഹാരവും നിയന്ത്രിക്കുന്നു. ഇത്തരം ത്രിമൂർത്തി സങ്കല്പത്തിന്റെ ഔചിത്യം എന്താണ്, അത് പങ്കുവെക്കുന്ന ആശയം എന്താണ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ കഥയമമ്മ നമുക്കായി അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭാരതത്തിൻ്റെ അദ്വൈത പാരമ്പര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് ഏകസ്രോതസ്സായിട്ടുള്ള ബ്രഹ്മത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഈശ്വരൻ എന്ന ശബ്ദം കൊണ്ട് ഒരൊറ്റ ചൈതന്യത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ രൂപമില്ലാത്ത, ഗന്ധമില്ലാത്ത, നാമമില്ലാത്ത ഏകസ്രോതസ്സായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ആ ബ്രഹ്മത്തിന് പല പേരുകൾ നൽകി. അതാണ് ദേവതാ സങ്കല്പങ്ങൾ. ആ ദേവതാ സങ്കല്പങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിലുള്ള 3 മൂർത്തികളെക്കുറിച്ച് പുരാണങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരാണ് ത്രിമൂർത്തികൾ.
ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ത്രിമൂർത്തികളെ സംബന്ധിച്ചിട്ടുള്ള കഥകളും വിശേഷങ്ങളുമാണ്. ഇന്നത്തെ ഈ ദിവസം ഭാരതത്തിൻ്റെ ത്രിമൂർത്തി സങ്കല്പങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആരൊക്കെയാണ് ത്രിമൂർത്തികൾ? നമുക്കറിയാം, ബ്രഹ്മാവ്, മഹാവിഷ്ണു, പരമശിവൻ. ഈ 3 പേരെയാണ് ത്രിമൂർത്തികൾ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂർത്തികൾ ഓരോരുത്തരും ഓരോരോ കർത്തവ്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരാണ്. എന്താണ് ബ്രഹ്മാവിൻ്റെ കർത്തവ്യം? അദ്ദേഹം സൃഷ്ടിയുടെ ദേവനാണ്. വിഷ്ണു സ്ഥിതിയുടെ ദേവനും മഹാദേവൻ സംഹാരത്തിൻ്റെ ദേവനുമാണ്. ഈ 3 ക്രിയകൾ ചെയ്യുന്നത് കൊണ്ടുമായിരിക്കാം അവരെ ത്രിമൂർത്തികൾ എന്ന പേര് കൊണ്ട് വിളിക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് 3ഉം ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ട്. ഇനി മറ്റൊരു വശം നോക്കിയാലോ, ഓരോ മനുഷ്യനും പ്രധാനമായിട്ടും 3 ഗുണങ്ങളുള്ളതായിട്ട് പറയാറുണ്ട്. ഒന്നാമത്തേത് സത്വഗുണം, രണ്ടാമത്തേത് രജോ ഗുണം, മൂന്നാമത്തേത് തമോ ഗുണം. ഇതിലേത് ഗുണമാണ് അധികരിച്ച് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തിയുടെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ജീവിതവും. ഇതിൽ സത്വഗുണത്തിൻ്റെ ഉൾപ്പെടുന്ന സത്വഗുണത്തിൻ്റെ മൂർത്തിയായിട്ട് കാണുന്ന ആളാണ് മഹാവിഷ്ണു. രജോ ഗുണത്തിൻ്റെ മൂർത്തിയായിട്ട് കാണുന്ന ആളാണ് ബ്രഹ്മദേവൻ. തമോ ഗുണത്തിൻ്റെ മൂർത്തിയായിട്ട് കാണുന്ന ആളാണ് മഹാദേവൻ. അദ്ദേഹം സംഹാരത്തിൻ്റെ ദേവനാണല്ലോ. അപ്പോൾ ഓരോരോ ഗുണങ്ങളും ഓരോരോ ഈശ്വരന്മാരിൽ അവരാരോപിച്ചിരിക്കുന്നു. ഇനി ത്രിമൂർത്തികളുടെ ഒരു ജനനം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഒന്നും ജനനം കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മദേവൻ്റെ ജനനം ഉണ്ടായിട്ടുള്ളത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സൃഷ്ടിയുടെ കമലം, ഒരു താമരപ്പൂവ്. ആ താമരപ്പൂവിലാണ് ബ്രഹ്മാവിൻ്റെ ജനനം ഉണ്ടായിട്ടുള്ളതായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ പത്മനാഭൻ എന്ന് വിളിക്കാറുമുണ്ട് മഹാവിഷ്ണുവിന്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ചൈതന്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ബ്രഹ്മാവാണെങ്കിലും വിഷ്ണു ആണെങ്കിലും മഹാദേവനാണെങ്കിലും എല്ലാവരും ഏകസ്രോതസ്സായിട്ടുള്ള പരമചൈതന്യമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ കാണാവുന്ന രൂപങ്ങളാണ്. നമുക്ക് വിളിക്കാവുന്നതും അർച്ചിക്കാവുന്നതുമായിട്ടുള്ള രൂപങ്ങളായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരാണ് വലുത്, ആരാണ് ചെറുത് എന്നുള്ള ചോദ്യങ്ങൾക്കും ഒരടിസ്ഥാനവും ഇല്ല. എല്ലാവരും ബ്രഹ്മത്തിൻ്റെ ഓരോ രൂപങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഓരോരുത്തരും അവരവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിന്ന് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ ബ്രഹ്മാവിൻ്റെ കർത്തവ്യം, നമ്മുടെയൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സൃഷ്ടി, ഈ കാണാവുന്ന ചരാചരങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഓരോ സൃഷ്ടിക്കും ഒരു ആയുസ്സുണ്ട്. ആ ആയുസ്സിൻ്റെ സമയം വരെ ആ സൃഷ്ടിയെ ഭൂമിയിൽ നിലനിർത്തേണ്ടത് മഹാവിഷ്ണുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥിതിയുടെ ദേവനായിട്ടും സംസ്കാരങ്ങളുടെ ദേവനായിട്ടും കണക്കാക്കുന്നത്. ഒരു ഭൂമിയിൽ ഒരു വസ്തു വന്ന് ജനിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ആയുസ് എത്തുന്നത് വരെ അതിനെ പരിപാലിക്കേണ്ട കർത്തവ്യം വിഷ്ണുവിനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ സമയപരിധി കഴിഞ്ഞാൽ ആ വസ്തുവിനെ വീണ്ടും അടുത്ത സൃഷ്ടിക്കായി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ സംഹാരം, അത് ചെയ്യുന്നതിനായി നമുക്ക് മഹാദേവനുമുണ്ട്. 3 പേരും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരവരുടെ ധർമ്മങ്ങളാണ്. ആ ധർമ്മങ്ങൾ അവർ കൃത്യമായിട്ട് പാലിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള സത്വ രജോ തമോ ഗുണങ്ങളായിക്കൊള്ളട്ടെ, സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ത്രിമൂർത്തികളിൽ ആരോപിക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ 3 മൂർത്തികളും ഇരിക്കുന്നത് നമ്മളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഏകസ്രോതസ്സായിട്ടുള്ള ബ്രഹ്മത്തിൽ തന്നെയാണ്. ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശം തന്നെയാണ് ഞാൻ എന്നുള്ള ആ വലിയ ഉപനിഷത്ത് വാക്യമാണ്. ആ ത്രിമൂർത്തികളെ ഉപാസിക്കുന്നതിലൂടെ ആത്യന്തികമായി ഈ ബ്രഹ്മഭാവമാണ് നമുക്ക് കൈവല്യമായി ലഭിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ത്രിമൂർത്തികളെ ആരാധിക്കുന്ന പാരമ്പര്യം എത്രയോ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിലുണ്ടായിരുന്നു. ഇന്നും ത്രിമൂർത്തികളുടെ നിരവധിയായിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും. അതിൽ തന്നെ പരസ്പരം 2 മൂർത്തികളെ ഏകീകരിപ്പിച്ചുകൊണ്ടുള്ള ആരാധനാക്രമങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് മഹാദേവനെയും മഹാവിഷ്ണുവിനെയും കൂടെ ഏകീകരിച്ചുകൊണ്ട് ശങ്കരനാരായണനായിട്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കാറുണ്ട്. ഇതിൽ ആരാധനാ പാരമ്പര്യം പറയുന്ന സമയത്ത് കാര്യപ്പെട്ട ആരാധന നടക്കാതെ പോയ ഒരു ത്രിമൂർത്തി സങ്കല്പം എന്ന് പറയുന്നത് ബ്രഹ്മാവ് മാത്രമാണ്. അദ്ദേഹത്തിന് അത്രയധികം ആരാധനാലയങ്ങളോ അദ്ദേഹത്തിൻ്റെ ആരാധനാ രീതികളോ
ഇന്ന് ഭാരതത്തിലില്ല. അതിന് പുറകിൽ നിരവധിയായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുകയും ചെയ്യാം. ബ്രഹ്മാവിൻ്റെ ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്ന് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ പുഷ്കറിലാണ്. കേരളത്തിലും അദ്ദേഹത്തിൻ്റെ ചില ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് എന്നുകൂടെ മനസ്സിലാക്കാം. അപ്പം എന്തു തന്നെ ആയാലും ഈ ത്രിമൂർത്തികളെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള സത്വഗുണം ഏറ്റവും കൂടുതൽ അധികരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും സാർത്ഥകമായിട്ടുള്ള പുരുഷാർത്ഥം കൈവന്നു ചേരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിരവധി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രം. അതിപുരാതനമായ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റെങ്ങും കാണാനാകാത്ത നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ കാണാം. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ഇവിടുത്തെ തോറ്റംപാട്ട് വളരെ പ്രസിദ്ധമാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ക്ഷേത്രങ്ങളുടെ നഗരമാണ് തിരുവനന്തപുരം. ചെറുതും വലുതുമായ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ അനന്തപുരിക്ക് ആത്മീയ ചൈതന്യം പകരുന്നു. പ്രസിദ്ധങ്ങളായ ധാരാളം ശിവക്ഷേത്രങ്ങളും നഗരത്തിനുള്ളിലുണ്ട്. അതിലൊന്നാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. ശകലാധരായ കാലാന്തകായ ഭുജഗാധിപ കങ്കണായ ഗംഗാധരായ ഗജരാജ വിമർദനായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമേ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ളൂ. ശാസ്തമംഗലത്ത് നിന്നും പേരൂർക്കട റോഡിൽ പൈപ്പിൻമൂട് എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് അനന്തപുരവാസികൾ കുടിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നത് കിള്ളിയാറിലെ വെള്ളമായിരുന്നു. കിഴക്കൻ മലയിൽ നിന്ന് തെളിനീരുമായി ഒഴുകിയെത്തിയ കിള്ളിയാറിനോട് ചേർന്നാണ് മഹാദേവ ക്ഷേത്ര പ്രതിഷ്ഠ. കിള്ളിയാറിനോട് ചേർന്ന് വയലും പിന്നെ കുന്നുമായിരുന്നു പണ്ടിവിടം. കുന്നിലാണ് മഹാദേവ ക്ഷേത്രം. പച്ചപ്പിന്റെ ദൂരക്കാഴ്ചകൾ മറയ്ക്കാത്ത ഈ പ്രദേശം വശ്യമായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ കിള്ളിയാറ് കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്നതാണ് പ്രശസ്തമായ കിള്ളിയാറ്. കിള്ളിയാറാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് സാധാരണ ഉള്ള ഐതിഹ്യം പോലെ തന്നെ ഒരു ഹരിജൻ സ്ത്രീ അവിടെ നിന്ന് കുളത്തിൽ വെള്ളവുമായിട്ട് വരികയും, ഇത് എള്ളുവിള എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. ഇവിടെ അന്ന് പണ്ട് പാറക്കെട്ടുകളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ കലം താഴെ വീഴുകയും അത് വീഴുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ അവിടെ രക്തം കണ്ടുവന്നും അങ്ങനെ ചാത്ത മൺകലവുമായി വന്ന സ്ഥലമാണ് പിൽക്കാലത്ത് പരിണമിച്ച് ശാസ്തമംഗലമായി മാറി എന്നുമാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ശാന്ത സ്വരൂപമുള്ള ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണമാണ്. അല്ലാതെ പകുതി സ്ഥലത്ത് വടക്ക് ഭാഗത്ത് വന്നിട്ട് തിരിച്ച് പോയി ചെന്ന് തൊഴുന്ന ഒരു രീതിയല്ല. പൂർണ്ണമായിട്ട് ശിവേലി ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് പൂർണ്ണ പ്രദക്ഷിണ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടുത്തെ ഗണപതി ഒക്കത്ത ഗണപതി എന്ന് പറയുന്നതാണ്. കാരണം മറ്റൊരു സ്ഥലത്ത് ഈശാന കോണിൽ പ്രത്യേകിച്ച് അല്ല ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠ. ആ ഗർഭഗൃഹത്തോട് ചേർന്ന് തെക്ക് ഭാഗത്ത് ചേർന്നിരിക്കുന്നതാണ് ഗണപതി പ്രതിഷ്ഠ. അപ്പോൾ അതിനും ആ പ്രതിഷ്ഠയ്ക്കും ഒരു വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് താഴെ നമ്മുടെ നാഗരുടെ പ്രതിഷ്ഠയുണ്ട്. മറ്റ് പ്രതിഷ്ഠകളൊന്നുമില്ല. ദേവി പ്രതിഷ്ഠയോ അല്ലെങ്കിൽ മുരുകൻ്റെ പ്രതിഷ്ഠയോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് ഈ ആറ്റിൻ്റെ കരയിൽ നിന്ന് ആയിരുന്ന ഭൂതത്താനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം ഈ ഇരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പ്രതിഷ്ഠ വയ്ക്കാറില്ല. അത് അവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഈ കാണുന്നില്ല. ഇത് നേരെ എതിർ സൈഡിൽ തെക്ക് ഭാഗത്താണ് ഈ പ്രതിഷ്ഠ വരുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പ്രതിഷ്ഠ സാധാരണ വയ്ക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ.
ചർമാംബരായ ശവഭസ്മ വിലേപനായ. മഹാദേവനെ പ്രതിഷ്ഠിച്ച കുന്നിനെ രാധാപുരം എന്നറിയപ്പെട്ടിരുന്നു. കാലം മാറിയപ്പോൾ വയലെല്ലാം വില്ലകളായി. രാധാപുരം രാധാനഗറുമായി. കിള്ളിയാർ കാളകൂടമൊഴുകുന്ന നീർച്ചാലുമായി. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. 700 വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്ര പഴക്കമുണ്ട് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്. തിരുവിതാംകൂർ രാജാക്കന്മാർ മുടങ്ങാതെ ഇവിടെ ദർശനം നടത്തിയിരുന്നു. ശാസ്തമംഗലത്ത് എഴുന്നള്ളത്തിൻ്റെ ഫോട്ടോകളും അന്ന് രാജാവ് ഇവിടെ വരുന്നതിൻ്റെയൊക്കെ പഴയ ചിത്രങ്ങൾ രാജകുടുംബത്തിലുണ്ട്. അപ്പോൾ രാജാവിൻ്റെ രഥം ശാസ്തമംഗലത്ത് വന്ന് നിന്നിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് നടന്ന് വന്ന് ഈ പടിഞ്ഞാറേ നട വഴിയാണ് അകത്ത് കയറി ദർശനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലം ഇവിടെ മേട, അത് പുരാവസ്തുവിൻ്റെ പേരിൽ രേഖപ്പെടുത്തി ഇന്നും അത് നിലനിർത്തുന്നുണ്ട്. അത് ഒരുപാട് ഇത് കഴിഞ്ഞതിന് ശേഷം അതിനെ പൊളിക്കാൻ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ഗവൺമെൻറ് തന്നെ. അപ്പോൾ ശാസ്തമംഗലം ആ രഥപ്പരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ശാസ്തമംഗലത്ത് വളരെ പ്രശസ്തമാണ്, രഥപ്പരക്കുന്ന് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ കിള്ളിയാർ കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്നതാണ് പ്രശസ്തമായ കിള്ളിയാർ. കിള്ളിയാറാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് സാധാരണ ഉള്ള ഐതിഹ്യം പോലെ തന്നെ ഒരു ഹരിജൻ സ്ത്രീ അവിടെ നിന്ന് കുടത്തിൽ വെള്ളവുമായിട്ട് വരികയും, ഇത് എള്ളുവിള എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. ഇവിടെ അന്ന് പണ്ട് പാറക്കെട്ടുകളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ കലം താഴെ വീഴുകയും അത് വീഴുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ അവിടെ രക്തം കണ്ടുവന്നും അങ്ങനെ ചാത്ത മൺകലവുമായി വന്ന സ്ഥലമാണ് പിൽക്കാലത്ത് പരിണമിച്ച് ശാസ്തമംഗലമായി മാറി എന്നുമാണ് ഐതിഹ്യം. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലമേയുള്ളൂ ക്ഷേത്രത്തിലേക്ക്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ഈ ക്ഷേത്രത്തിന് തിരുവിതാംകൂർ കൊട്ടാരവുമായി ബന്ധമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരിക്കൽ മാർത്താണ്ഡവർമ്മയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അന്ന് രാധാപുര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഭൂപകര പോറ്റിയായിരുന്നു. ഇതിന്റെ നന്ദി സൂചകമായി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ബന്ധുക്കളും പരിവാരങ്ങളും മുറ തെറ്റാതെ ക്ഷേത്രത്തിലെത്തി ദേവനെ വണങ്ങിയിരുന്നു. ക്ഷേത്രത്തിലെത്തുന്ന രാജകുടുംബാംഗങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരുക്കിയിരുന്ന പ്രത്യേക സ്ഥലം ഇന്നും ക്ഷേത്ര പരിസരത്തുണ്ട്. പക്ഷേ അവഗണനയും കാലപ്പഴക്കവും കൊണ്ട് വിശ്രമസ്ഥലം ജീർണാവസ്ഥയിലാണിപ്പോൾ. പ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാ. മുമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിൽ പങ്കെടുക്കാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരത്തിൽ നിന്ന് രാജാവും പരിവാരങ്ങളും എത്തിയതിന്റെ ചരിത്രരേഖകളുണ്ട്. 6 വെള്ളക്കുതിരകൾ വലിക്കുന്ന സ്വർണ്ണരഥത്തിലായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് മഹാരാജാവ് ശാസ്തമംഗലം ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നത്. രാജാവിന്റെ രഥത്തിന് പിന്നാലെ പിന്തുടർച്ച അവകാശികൾ, കോയിക്കൽ തമ്പുരാക്കന്മാർ, മുഖ്യ ന്യായാധിപൻ തുടങ്ങിയവർ വെവ്വേറെ രഥങ്ങളിൽ രാജാവിനെ അനുഗമിക്കുമായിരുന്നു. രഥഘോഷയാത്ര വെള്ളയമ്പലത്തെത്തി അവിടെ നിന്നാണ് ശാസ്തമംഗലം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരുന്നത്. മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ. ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാന പൂജാരിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം രാജാവും പരിവാരങ്ങളും മടങ്ങുന്നതായിരുന്നു പതിവ്. അന്ന് അനന്തപുരിയിലെ പ്രധാന ഘോഷയാത്രയായിരുന്നു ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള രാജാവിന്റെ സന്ദർശനം. പകിട്ടാർന്ന ഈ ഘോഷയാത്ര കാണാൻ രാജപാതയ്ക്ക് ഇരുവശവും നഗരവാസികൾ തടിച്ചുകൂടിയിരുന്നു. മറ്റ് ശിവക്ഷേത്രങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടെ ശ്രീ മഹാദേവനോടൊപ്പം പാർവതീദേവിക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്.
ഇരുവർക്കും പ്രിയപ്പെട്ട കോവള മരത്തിനുമുണ്ട് ആരാധനാ പ്രാധാന്യം. ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ലും അപൂർവതയാണ്. ഗണപതി, അയ്യപ്പൻ, ശ്രീമുരുകൻ, ഭദ്രകാളി, വീരഭദ്രൻ എന്നീ ഉപദേവതകൾക്കും ഇവിടെ നിത്യപൂജയുണ്ട്. നാഗദേവതകൾ, ഭദ്രകാളി തുടങ്ങിയ ദേവതകൾക്ക് ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തും പ്രതിഷ്ഠയുണ്ട്. രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം. ഓരോ ക്ഷേത്രങ്ങൾക്ക് പിന്നിലും തലമുറകൾ പറഞ്ഞുവരുന്ന ചില നാട്ടുകഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. അത്തരത്തിലൊരു ഐതിഹ്യം ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും പറഞ്ഞു വരുന്നു. വളരെ പണ്ട് പശുക്കൾക്കു വേണ്ടി പുല്ലരിയാൻ പോയ ഒരു സ്ത്രീ കത്തിക്ക് മൂർച്ച കൂട്ടാൻ അടുത്ത് കണ്ട ഒരു പാറക്കല്ലിൽ കത്തി രാഗി മിനുക്കി. പെട്ടെന്ന് ആ പാറയിൽ നിന്നും രക്തം ഒഴുകി വരുന്നത് അവർ കണ്ടു. ഭയപ്പെട്ടു പോയ സ്ത്രീ നടന്ന സംഭവങ്ങളെല്ലാം ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞു. സ്ത്രീ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട അവർ നാട്ടുപ്രമുഖരെ കൊണ്ട് ദേവപ്രശ്നം വയ്പ്പിച്ചു. രക്തം പൊടിഞ്ഞ പാറയിൽ ശിവചൈതന്യമുണ്ടെന്നും അവിടെ മഹേശ്വരന് ക്ഷേത്രപ്രതിഷ്ഠ നടത്തണമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. അധികം താമസിയാതെ പാറയിരുന്ന സ്ഥലത്ത് ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ മഹാദേവ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാണ പ്രഭോ ഛത്രം ചാമരയോർയുഗം വ്യജനകം. അനവധി തവണ പുനരുദ്ധാരണങ്ങൾ കൊണ്ടാണ് ശിവസന്നിധി ഇന്ന് കാണുന്ന തരത്തിൽ മഹാക്ഷേത്രമായി മാറുന്നത്. ശിവപാർവതിമാർ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പ്രതിഷ്ഠാ സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ ധനുമാസത്തിലെ തിരുവാതിര ഉത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ടിവിടെ. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തൃക്കൊടിയേറി 10ാം നാളിൽ ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നു. മഹാശിവരാത്രിയും അതിവിപുലമായി ഇവിടെ ആചരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിനായി വ്രതങ്ങൾ അനുഷ്ഠിക്കാനും അഖണ്ഡ പ്രാർത്ഥനകൾക്കുമായി ദൂരെ നിക്കിൽ നിന്നുപോലും അനേകം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും എല്ലാ സൗകുമാര്യങ്ങളും രൗദ്രതയും ഒത്തുചേരുന്ന ശ്രീ പരമേശ്വരന്റെ ചൈതന്യം കുടികൊള്ളുന്ന പുണ്യസ്ഥലമാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. സർവം തികഞ്ഞ ഈശ്വര സങ്കല്പത്തിന്റെ ഉത്തമ ഭാവമാണ് ഇവിടെ ശ്രീ മഹാദേവൻ. കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം ആത്മാത്വം ഗിരിജാമതി സഹചരാഃ പ്രാണഃ ശരീരം ഗൃഹം പൂജാസ്തേ വിഷയോപഭോഗരചനാ നിദ്രാ സമാധിസ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ചില വിനോദങ്ങൾ എങ്ങനെയാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നതിന് പുരാണ പുസ്തകങ്ങളിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചൂതുകളിയാണ് പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെടുത്തിയത്. കൃഷ്ണപുത്രനായ സാമ്പന്റെ പെൺവേഷം കെട്ടലാണ് യാദവ വംശത്തെ മുച്ചൂടും മുടിച്ചത്. വിനോദം വിവേകത്തെ കീഴ്പ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.